രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ അങ്ങനെ 28ലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ 28ലേക്ക് ആക്കിയിട്ടുണ്ട്. 28-ാം തീയതി വിധി പറയുമെന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് നിരാശ തോന്നിക്കാണും. നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സംഭവിച്ച എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സംഭവിച്ചത് എന്താണ്, ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന്. രാഹുൽ ഒരു കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ളൊരു പീഡകൻ ആയതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാത്തത്, ജാമ്യം പരിഗണിക്കാത്തത് എന്ന് തോന്നുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതി സന്തോഷിക്കുകയേ വേണ്ട. ഇത് രാഹുലിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. രാഹുലിനെ വിമർശിക്കുന്നതും രാഹുൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിനെ ക്രൂശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ അത് സന്തോഷിക്കുകയേ വേണ്ട. ഇന്ന് കോടതി ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം പരിഗണിച്ചതിന് ശേഷം പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് കോടതിക്ക് ഒരു ഓഡിയോ സന്ദേശം കൈമാറുന്നു വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരിയും തമ്മിലുള്ള വോയിസ് ആണ്. ആ വോയിസ് പ്രതിഭാഗം കോടതിക്ക് കൈമാറി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി അത് കേട്ട് മനസ്സിലാക്കുക. കോടതിക്ക് വ്യക്തമാവുന്ന രീതിയിലാണ് ആ ഓഡിയോ സന്ദേശത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരിയും പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രമാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അല്ലാതെ ആ ഒരു ഓഡിയോ ക്ലിപ്പിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ബലാത്കാരമായിട്ട് രാഹുൽ മാങ്കൂട്ടം ആ പരാതിക്കാരിയെ ഫ്ലാറ്റിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഈ പീഡിപ്പിക്കണമെന്ന് പറയുകയോ അല്ല മോശമായിട്ടുള്ള ഒന്നും തന്നെ അതിനകത്ത് പറയുന്നില്ല. രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ആഡിയോ സന്ദേശമാണ് കോടതിക്ക് കൈമാറിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ആ ഒരു ആഡിയോ ഇപ്പം നമ്മൾ അന്ന് ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഒരു ഓഡിയോ സന്ദേശം നമ്മൾ അന്ന് കേട്ടയാണല്ലോ. ആ ഒരു ഓഡിയോ സന്ദേശം ഞാൻ ഇവിടെ ഇതിന് ശേഷം ഞാൻ ഇപ്പം പറയുന്നതിന് ശേഷം ഞാൻ വെച്ച് തരാം. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു നോക്കണം. അപ്പോൾ ഇവിടെ കോടതി പ്രതിഭാഗ വക്കീൽ കോടതിക്ക് ഈ പറഞ്ഞിട്ടുള്ളൊരു ആ ഓഡിയോ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ആ പരാതിക്കാരിയുടെയും ഓഡിയോ സന്ദേശം കോടതിക്ക് പരിശോധിക്കാൻ കൈമാറി. അപ്പോൾ കോടതി അത് വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് ഇനി 28-ാം തീയതി അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട്, ഒറിജിനൽ വോയിസ് ആണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് അത് 28-ാം തീയതി പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഡിയോ കൊടുത്ത സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഡിയോ അതിൻ്റെ പിന്നിൽ സത്യമില്ല, ആ ഓഡിയോയിൽ പറഞ്ഞേക്കുന്നതൊന്നും ഈ പറഞ്ഞിട്ടുള്ള തെളിവുകളെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഈ പ്രോസിക്യൂഷൻ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് ഈ പറഞ്ഞിട്ടുള്ള കൃത്രിമമായിട്ടുണ്ടാക്കിയ വോയിസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രതിഭാഗം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ പരാതിക്കാരിയുടെയും വോയിസ് ആണ്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ രാഹുൽ മാങ്കൂട്ടം ഇത് നിഷേധിക്കുകയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം ഈ പരാതിയുമായിട്ട് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്താണ് പറഞ്ഞത്, അത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഇപ്പോൾ ഉഭയകക്ഷി പ്രകാരം ഒരു ബന്ധമായിരുന്നു നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു ബന്ധം ഇല്ലായിരുന്നെന്നോ ഒന്നും തന്നെ പുള്ളിക്കാരൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പരസ്പര സമ്മതത്തോടു കൂടി നടന്നൊരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരുടെയും സമ്മതത്തോട് നടന്ന ഒരു പരിപാടി, പിന്നെ ഒരു സമയത്ത് ഒരാളെ രാഷ്ട്രീയ ഭാവി തകർക്കാനും ഒരാളെ ഈ പറഞ്ഞിട്ടുള്ള സമൂഹത്തിന് മുമ്പിൽ ഈ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി കാണുന്നതിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായിട്ട് ഒരിക്കലും ഒരു കുറ്റക്കാരനാവത്തില്ല. ഇവിടെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രമാണ്. അതുമാത്രമല്ല, മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ അല്ലെങ്കിൽ മറ്റൊരു ഒരു കുടുംബിനിയായിരിക്കെ ഒരു അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളും മറ്റേതും മറിച്ചതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ വഞ്ചിച്ചിട്ട് അവസാനം ഞാൻ നല്ല പുള്ള അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മായാമോഹിനി എന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലാണ് നമ്മൾ ഇത്രയും സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ 28ലേക്ക് മാറ്റിയത്. കോടതിക്ക് കൂടുതൽ വിശദമായിട്ട് ആ ഓഡിയോ ക്ലിപ്പ് പരിശോധിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ ക്ലിപ്പാണോ എന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണോ എന്ന് പരിശോധിച്ചിട്ട് 28-ന് വിധി പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, കാരണം ഈ ഒരു ഓഡിയോക്കകത്തും പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അതിനകത്ത് ഒരു ബലാത്കാരമായിട്ട് ഒരാളെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടല്ല ഇതിനകത്ത് ഈ ഓഡിയോക്കകത്ത് സംസാരിക്കുന്നതും ഇപ്പം ഈ പീഡനം എന്ന് പറയുന്ന ഈ പരിപാടി നടന്നിട്ടുള്ളതും. ഇനി ഞാൻ ആ പഴയ വോയിസ് ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കാരണം ആ വോയിസിനകത്ത് തന്നെ ഉണ്ട്. ഈ വോയിസ്
ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ ഈ വോയിസ് AI ആണെന്നോ ഒന്നും പറയുന്നില്ല. ശരി, ഒന്നും പറയുന്നില്ല. AI ആണെങ്കിലോ അല്ലെങ്കിലോ ഈ വോയിസിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു വോയിസിനകത്ത് പറയുന്ന അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുള്ളി പറയുന്നത്, ഇങ്ങനെയാണോ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത്, നമ്മൾ രണ്ടും ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് ആ പരാതിക്കാരി എന്ന് പറയുന്ന ആ വോയിസ് ഉള്ള വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടി വേറെയാണ്. എങ്ങനെ ഇത് ഒരു പ്രീ പ്ലാൻ ചെയ്ത് ഒരാളെ കൊടുക്കണം എന്ന് മനഃപൂർവ്വം കരുതി കൂട്ടി റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് അതിനകത്ത് നമുക്ക് ചോദിക്കുന്നത്. കാരണം ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആളുടെ ഒരു മറുപടി, ഒരു ചോദ്യം അല്ലായിരിക്കും ഇപ്പുറം നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നമ്മളിങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? തന്നോട് എന്താണോ ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്? താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ല. എന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകർത്തില്ല. ഉറപ്പായും തകരും. തകർന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ. ഇതെനിക്ക് തന്നെ ഒന്ന് കാണാം. കേട്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും ഇത് വോയിസ് റെക്കോർഡ് ചെയ്യണം, എങ്ങനെയെങ്കിലും രാഹുലിനെ എതിരാക്കണം. ഇതിലേക്ക് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ വെച്ചാൽ കുറ്റക്കാരനാക്കുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ കളികളും രാഷ്ട്രീയ ചെറ്റത്തരങ്ങളുമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഇലക്ഷൻ്റെ നോമിനേഷൻ തീരുന്നത് വരെ രാഹുലിനെ പുറത്തിറക്കരുത്, രാഹുലിനെ ജയിലിൽ തന്നെ ഇടണം. രണ്ടാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയാണ്, ഒരു MLAയുടെ അവസ്ഥയാണ്. 2 ആഴ്ചയായിട്ട് ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇലക്ഷൻ്റെ നോമിനേഷൻ തീരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് ഇറക്കരുത് എന്നുള്ള അജണ്ട കൊണ്ട് നടക്കുന്ന വെറും രാഷ്ട്രീയ നെറികെട്ട കളിയാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം റീച്ചിലേക്ക് എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുക. അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് രാഹുലിന് പൂർണ്ണ പിന്തുണ ഞാൻ കൊടുക്കും. ഇനി ഞാനിവിടെ റിനിയുടെ ഒരു ക്ലിപ്പ് ന്യൂസിന് കൊടുത്ത റിനി ന്യൂസിനോട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കിട്ടില്ല എന്ന് തുടങ്ങി ഇന്ന് പോലും എനിക്കൊരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിനക്ക് പലിശ സഹിതം തരുമിടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരിട്ടിട്ടുള്ള വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര അധികമാണ്. എൻ്റെ പിതാവിനെ പോലും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ വളരെയധികം മോശമായിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ച് സീറ്റിന് വേണ്ടിയല്ലേ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും CPM എനിക്കൊരു സീറ്റ് ഉണ്ടാവും അതിന് വേണ്ടിയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് വളരെ റൂമേഴ്സ് ഇറങ്ങി. ഇപ്പം എന്താ ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ ആകെ എൻ്റെ സഹോദരിമാരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ, അതായത് നമ്മുടെ തന്നെ ശരീരവും മനസ്സുമുള്ള ഒരു സ്ത്രീക്ക് ഒരു വിഷമം ഉണ്ടായി എന്നറിയുന്നത് എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് എനിക്ക്. ഇത്രയ്ക്കും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ശബ്ദമുയർത്തില്ല? എത്രയെത്ര സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എത്ര കുട്ടികളെ ഓരോ ആളുകൾ ബലാത്കാരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നു അല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് നടന്ന ആ സംഭവമാണ്. 16-കാരൻ 14-കാരിയെ അത് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നു. അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സഹോദരിമാർക്ക് വേണ്ടിയിട്ട് അതിജീവിതകളായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പോരാടുമെന്ന് പറയുന്ന ഈ യുവനടി എന്ന് പറയുന്ന റിനി എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല? എത്രയെത്ര സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊന്നും പ്രതികരിക്കേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിന് മാത്രം പ്രതികരിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക. പിന്നെ ഇപ്പം
സ്ഥാനാർത്ഥിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഇനിയും കടക്കുവാണല്ലോ, നമുക്ക് കാണാമല്ലോ, ഇനിയും കടക്കുവാണല്ലോ, ആരൊക്കെ എപ്പോഴൊക്കെ റിനിയെ എടുത്ത് തോളിൽ വെക്കും അല്ലെങ്കിൽ റിനിക്കൊരു സ്ഥാനം കൊടുക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അന്ന് മനസ്സിലാക്കിക്കോ റിനി ഏതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ഈ ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് അന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഈ ഇലക്ഷന് നിർത്തിയില്ലെങ്കിലും ഇനിയും കടക്കുവാണല്ലോ ഇലക്ഷൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കത്തില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു 2 ആഴ്ചയെങ്കിലും ജയിലിൽ കൊണ്ടിട്ടതിൻ്റെ പേരിൽ ഈ റിനി കാരണമാണല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കടക്കാൻ തന്നെ കാരണം. റിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമായിട്ട് വരുന്നതും അന്ന് തുടങ്ങിയതാണ്. ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഓരോ അതിജീവിതകൾ, രാഹുൽ മാങ്കൂട്ടം എന്നെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഓരോരോ വ്യക്തികൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നത്. റിനി എന്ന് തലപൊക്കിയോ അന്ന് തൊട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലേ. അതിനു മുമ്പ് വരെ ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും സത്യമെന്നൊരു വാക്കുണ്ട്. സത്യമെന്നൊരു ഒരു നമ്മളൊക്കെ പറയുമല്ലോ, എത്ര കുഴിച്ചിട്ടാലും ആ സത്യം എത്ര കുഴിച്ചിട്ടാലും അത് മറന്നീക്കി പുറത്തു വരും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും. എത്ര രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി താഴ്ത്തിയാലും രാഹുൽ മാങ്കൂട്ടം ശക്തമായിട്ട് തന്നെ തിരിച്ചു പോയി, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയുടെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. കാരണം ഒരു അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്തൊക്കെ വാർത്തകളാണ് ഡെയിലി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്രൂരമായിട്ട്, അത് ബ്രൂട്ടലായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. രാഹുൽ മാങ്കൂട്ടം പലയിടത്തും അമ്മയെപ്പറ്റി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിനകത്തായാലും അമ്മയെപ്പറ്റിയുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം അത്രമാത്രം അമ്മയുമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു വ്യക്തി, അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്ന, അല്ലെ ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇത്രയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഒരു മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ ഈ അമ്മയുടെ കണ്ണീരിനൊക്കെ ഉണ്ടല്ലോ, ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയ ആളുകളെല്ലാം അനുഭവിക്കും. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോ. അതിൽ അമ്മയുടെ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്റെ പേര് ബുജി ബുജി. ഇതാണ് ഇതാണ് ഞങ്ങളുടെ ബീനാമ്മ. അമ്മയുടെ കഥകൾ കുറെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ LIC എംപ്ലോയി ആയിരുന്നു കുറേ വർഷക്കാലം. കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതിയാണോ? പറഞ്ഞ അനുസരണ കുറവാണോ? കണ്ടല്ലോ, ആ അമ്മയുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ, കണ്ണീര് വീഴാതിരിക്കാൻ ഇനി വീണ് കാണുമല്ലോ. കാരണം അത്രമാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വാർത്തകളാണ് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം അവസാനം കണ്ടില്ലേ, 10 കേസ് കൂടെ ഉണ്ട്. അതുപോലെ അതിലൊരു പോക്സോ കേസും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ അമ്മയുടെ മാനസികാവസ്ഥയും ആ അമ്മയുടെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ആവുമെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇതിനെ പറ്റിയിട്ടെല്ലാം നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അത് നല്ല റീച്ചിലേക്ക് എത്തിച്ച് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു വ്യക്തിക്ക് നല്ലൊരു ജനപിന്തുണ നേടിക്കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോലത്തുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ ഇനി സപ്പോർട്ട് ചെയ്യാൻ.